Good morning, my dear students. Welcome back to our online class. Today we are going to discuss our 8th chapter. The title of the chapter is Towards a New Kerala Society. You can see some lines from Kumaranashan's Duravastha. See the lines. Manifold are the manifestations of caste. There are untouchables and unapproachables. Those whose sight itself is damnation, and those who do not mix in marriage or even in eating food. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. The above lines are from Kumaranashan's Duravastha. What can you make out from these lines about the social condition of then Kerala? ഇപ്പം നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററാണ് ടുവാർഡ്സ് എ ന്യൂ കേരള സൊസൈറ്റി എന്നുള്ള ചാപ്റ്റർ. അപ്പം ഇതിൽ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്നുള്ള ഒരു പോയത്തിലെ കുറച്ച് ലൈൻസാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻസ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, അതിൽ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ, ആ ഒരു ലൈൻസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഒരുപാട് ഈവിൾ കസ്റ്റംസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ മെനി ഈവിൾ പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ദി കേരള സൊസൈറ്റി അല്ലേ. വളരെ കാലങ്ങൾക്ക് മുമ്പ് അല്ലേ, കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഒരുപാട് ഈവിൾ കസ്റ്റംസസ് നിലവിലുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഈ ഒരു ലൈൻസിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Many social evils like the denial of equal opportunity and exploitation prevailed in Kerala due to rigid caste hierarchy. Discrimination was apparent in clothing, occupation, dwellings, language, and even names. Women were denied equal opportunities. It is this social condition that prompted Swami Vivekananda to describe Kerala as a lunatic asylum. ഇപ്പോൾ നോക്കൂ, മെനി സോഷ്യൽ ഈവിൾസ് ലൈക്ക് ദി ഡിനയൽ ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ പ്രിവൈൽഡ് ഇൻ കേരള ഡ്യൂ ടു റിജിഡ് കാസ്റ്റ് ഹൈറാർക്കി. ഒരുപാട് സോഷ്യൽ ഈവിൾസ് കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്? ഡിസ്ക്രിമിനേഷൻ വാസ് അപ്പാരൻറ്റ് ഇൻ ക്ലോത്തിങ്, ഓക്യുപ്പേഷൻ, ഡ്വെല്ലിങ്സ്, ലാംഗ്വേജ് ആൻഡ് ഈവൻ നെയിംസ്. അപ്പോൾ ആ ഡിസ്ക്രിമിനേഷൻ എന്തിലൊക്കെയായിരുന്നു? ക്ലോത്തിങ്ങിൽ, ഡ്രസ്സിൽ, അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ, തൊഴിലിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഡ്വെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? താമസ സ്ഥലം അല്ലേ. അതുപോലെ തന്നെ ലാംഗ്വേജ്, ഭാഷ, ഈവൻ നെയിംസ്, പേരിലടക്കം കേരളത്തിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. വുമൺ വേർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇതുപോലെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദിസ് സോഷ്യൽ കണ്ടീഷൻ ദാറ്റ് പ്രോംപ്റ്റഡ് സ്വാമി വിവേകാനന്ദ ടു ഡിസ്ക്രൈബ് കേരള ആസ് എ ലുനാറ്റിക് അസ്ലം. അപ്പം ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ കണ്ടീഷൻ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഒരു ലുനാറ്റിക് അസ്ലം എന്ന് വിശേഷിപ്പിച്ചത്. ലുനാറ്റിക് അസ്ലം എന്ന് പറഞ്ഞാൽ ഭ്രാന്താലയം, കേരളത്തെ ഭ്രാന്താലയം എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദ ടു ഡിസ്ക്രൈബ് കേരള ആസ് എ ലുനാറ്റിക് അസ്ലം. അപ്പോൾ കേരളത്തെ ലുനാറ്റിക് അസ്ലം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ നെക്സ്റ്റ് നോക്കിയേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഒരുപാട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് പറയാനുള്ളത് ഈ ഒരു സെയിം പീരീഡിൽ, അതായത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ റിഫോംസ്, ഇന്ത്യയിൽ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന ആ ഒരു സെയിം പീരീഡിൽ തന്നെ കേരളത്തിലും ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സുകൾ വന്നിട്ടുണ്ട്. ആ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സുകൾ ഏതൊക്കെ, അതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് വൺ, വൈകുണ്ഠ സ്വാമികൾ, വെൽസ് ടു റെസിസ്റ്റ് അൺടച്ചബിലിറ്റി. അപ്പം അതിൽ ആദ്യത്തെ ഒരു സോഷ്യൽ റിഫോമർ എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. നോക്കാം, വെൽസ് ടു റെസിസ്റ്റ് അൺടച്ചബിലിറ്റി. വൈകുണ്ഠ സ്വാമികൾ വാസ് വൺ ഓഫ് ദി ഏർലിയർ സോഷ്യൽ റിഫോമേഴ്സ് ഇൻ കേരള. He was born at Shastangoil in Kanyakumari.
വൈകുണ്ഠസ്വാമികൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യകാല സോഷ്യൽ റിഫോമേഴ്സിൽ ഒരാളായിരുന്നു. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ബോൺ അറ്റ് ശാസ്താംകോയിൽ ഇൻ കന്യാകുമാരി. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. During that period, the Avarnas, so-called lower caste people, were prohibited from drawing water from the wells used by the Savarnas, so-called upper caste people. Vaikunthaswamigal challenged this social abuse by digging wells which were free for use by everyone irrespective of caste. അപ്പോൾ ഈ ഒരു സമയത്താണ് അവർണാസ് എന്ന് വിളിക്കുന്നത് ലോവർ കാസ്റ്റ് പീപ്പിളിനെയാണ്. വർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡ്രോയിങ് വാട്ടർ ഫ്രം ദി വെൽസ് യൂസ്ഡ് ബൈ ദി സവർണാസ്. സവർണർ എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റ് പീപ്പിൾ, ഉയർന്ന ജാതിയിലുള്ള ആളുകളാണ്. അവർണാസ് എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിലുള്ള ആളുകളാണ്. അപ്പോൾ ഈ സവർണാസ്, അതായത് അപ്പർ കാസ്റ്റ് യൂസ് ചെയ്യുന്ന ആ വെൽസിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആരെ അനുവദിച്ചിരുന്നില്ല? അവർണാസ്, അതായത് ലോവർ കാസ്റ്റ് പീപ്പിളിനെ അനുവദിച്ചിരുന്നില്ല. വൈകുണ്ഠസ്വാമികൾ ചലഞ്ചഡ് ദിസ് സോഷ്യൽ അബ്യൂസ് ബൈ ഡിഗിങ് വെൽസ് വിച്ച് വർ ഫ്രീ ഫോർ യൂസ് ബൈ എവരി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. അപ്പം ഈ ഒരു സോഷ്യൽ അബ്യൂസിനെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചത് കിണറുകൾ കുഴിച്ചുകൊണ്ടാണ്. അത് എങ്ങനെയാണ്? ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റിലെ ജാതിയുടെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിണറുകൾ കുഴിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ അബ്യൂസിനെ വൈകുണ്ഠസ്വാമികൾ ചലഞ്ച് ചെയ്തത്. അതാണ് വെൽസ് ടു റെസിസ്റ്റ് അൺടച്ചബിലിറ്റി എന്നുള്ള ഒരു ഹെഡിങ് അല്ലേ. എന്തിനാണ്? അൺടച്ചബിലിറ്റിയെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിണറുകൾ, അത് ഇതാണ് പറയുന്നത്. ഹി ആൾസോ ബിഗാൻ ദി പ്രാക്ടീസ് ഓഫ് ഇന്റർ ഡൈനിങ്, സമപന്തി ഭോജനം. അതുപോലെ തന്നെ ഹി ആൾസോ ബിഗാൻ ദ പ്രാക്ടീസ് ഓഫ് ഇന്റർ ഡൈനിങ്. ഇന്റർ ഡൈനിങ് എന്നുള്ള പ്രാക്ടീസ് അദ്ദേഹം ആരംഭിച്ചു. എന്താണ് ഇന്റർ ഡൈനിങ്? സമപന്തി ഭോജനം എന്നും പറയും അതിന്. അതായത് എല്ലാവരും ഒരുമിച്ചിരുന്ന്, ഇപ്പൊ ജാതിയുടെ ഒരുപാട് വ്യത്യാസങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, അതാണ് ഇന്റർ ഡൈനിങ്, സമപന്തി ഭോജനം. where people collected and cooked rice, cereals and vegetables and dined together irrespective of their caste. അവിടെ എങ്ങനെയാണ്? ആളുകൾ റൈസും സിറിയൽസും വെജിറ്റബിൾസും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒന്നിച്ച് കുക്ക് ചെയ്തിട്ട് എന്താണ് കാസ്റ്റിൻ്റെ ഒന്നും തന്നെ വ്യത്യാസമില്ലാതെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതാണ് ഇന്റർ ഡൈനിങ്. ദെൻ ഇനി അടുത്തതായിട്ട് വൈകുണ്ഠസ്വാമികൾ ഇതല്ലാതെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്, ഹി റേസ്ഡ് വോയിസ് അഗെയിൻസ്റ്റ് ദി ഈവിൾ കസ്റ്റം ഓഫ് പ്രിവെൻറ്റിംഗ് വുമൺ ഓഫ് ദി സോ കാൾഡ് ലോവർ കാസ്റ്റ് ഫ്രം വിയറിംഗ് അപ്പർ ക്ലോത്ത്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ലോവർ കാസ്റ്റ് ൽപ്പെട്ട സ്ത്രീകൾക്ക് അപ്പർ ക്ലോത്ത് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ ശബ്ദമുയർത്തിയ ആളാണ്, അതിനെതിരെ റിയാക്ട് ചെയ്ത ആളാണ് വൈകുണ്ഠസ്വാമി. ദ നെക്സ്റ്റ് പോയിന്റ്, പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ പ്രൊഹിബിഷൻ ഓൺ ടെമ്പിൾ എൻട്രി. അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി, അതിൻ്റെ പ്രൊഹിബിഷൻ, അതായത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതിനെതിരെയും വൈകുണ്ഠസ്വാമികൾ പ്രതികരിച്ചു. നെക്സ്റ്റ് വൺ, ഫോംഡ് സമത്വ സമാജം, ആൻ ഓർഗനൈസേഷൻ ഫോർ ക്യാരിയിങ് ഔട്ട് സോഷ്യൽ റിഫോംസ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ പേരാണ് സമത്വ സമാജം. എന്തിനു വേണ്ടിയിട്ട്? ആൻ ഓർഗനൈസേഷൻ ഫോർ ക്യാരിയിങ് ഔട്ട് സോഷ്യൽ റിഫോംസ്. ആ സോഷ്യൽ റിഫോംസിന് വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് സമത്വ സമാജം. The activities of Swamigal inspired the Chanar revolt, otherwise known as upper cloth mutiny, that fought for the right of the Chanar woman to wear upper clothes and knee-length garments. His stance, one should get wages for work, also influenced the people. He expressed his contempt towards the British government by referring to it as Ven Nija Bharanam, the rule of white devils. പിന്നെ അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു സംഭവമാണ് ചാന്നാർ റിവോൾട്ട്.
The activities of സ്വാമികൾ ഇൻസ്പയർഡ് ദ ചാന്നാർ റിവോൾട്ട്. ചാന്നാർ റിവോൾട്ട് മറ്റൊരു പേര് കൂടിയുണ്ട്, അപ്പർ ക്ലോത്ത് മ്യൂട്ടണി എന്നുള്ളത്. ദാറ്റ് ഫോർഡ് ഫോർ ദ റൈറ്റ് ഓഫ് ദി ചാന്നാർ വുമൺ ടു വിയർ അപ്പർ ക്ലോത്ത്സ് ആൻഡ് നീ ലെങ്ത് ഗാർമെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അപ്പർ ക്ലോത്ത് വിയർ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പം ചാന്നാർ എന്ന് പറയുന്നത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ്, താഴ്ന്ന വിഭാഗമാണ് ചാന്നാർ എന്ന് പറയുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അപ്പർ ക്ലോത്ത് ധരിക്കുവാനും നീ ലെങ്ത് ഗാർമെൻറ്റ്സ്, മുട്ടിന് താഴെ ഇറക്കമുള്ള ഡ്രസ്സുകൾ ധരിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു റിവോൾട്ടാണ് ചാന്നാർ റിവോൾട്ട്. His stance, one should get wages for work, also influenced the people. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു എന്താണ്, വൺ ഷുഡ് ഗെറ്റ് വേജസ് ഫോർ വർക്ക്, ഒരാൾക്ക് അയാളുടെ ജോലിക്കുള്ള വേജ്, കൂലി ലഭിക്കണം എന്നുള്ള ആ ഒരു ഇതും ജനങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. He expressed his contempt towards the British government by referring to it as വെന്നീജ ഭരണം, ദ റൂൾ ഓഫ് വൈറ്റ് ഡെവിൾസ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്, അവരുടെ ഭരണം എന്താന്നാ പറഞ്ഞത്, വെന്നീജ ഭരണമാണ്. വെന്നീജ ഭരണം എന്ന് പറഞ്ഞാൽ എന്താ, ദ റൂൾ ഓഫ് വൈറ്റ് ഡെവിൾസ്, അല്ലേ, വൈറ്റ് ഡെവിൾസിൻ്റെ റൂള്, അങ്ങനെയാണ് അതിനെ അദ്ദേഹം. നെക്സ്റ്റ് വൺ, നോളജ് ആൻഡ് വെൽത്ത്. നോളജ് ആൻഡ് വെൽത്തിൽ ചട്ടമ്പി സ്വാമികൾ. Chattambi Swamigal was a philanthropist who worked for the benefit and well-being of human society irrespective of caste and creed. Next ഒരു സോഷ്യൽ റിഫോമറാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ was a philanthropist who worked for the benefit and well-being of human society irrespective of caste and creed. അദ്ദേഹം ഒരു ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹിയായിരുന്നു. ഹൂ വർക്ക്ഡ് ഫോർ ദി ബെനിഫിറ്റ്, അദ്ദേഹം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്, ഹ്യൂമൻ സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അവിടെ എന്തിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, കാസ്റ്റ് ആൻഡ് ക്രീഡ്, ജാതിയുടെയോ വർഗത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ മനുഷ്യനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ചട്ടമ്പി സ്വാമികൾ. ഹി വാസ് ബോൺ അറ്റ് കണ്ണൻമൂല ഇൻ തിരുവനന്തപുരം. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ്. ഹി ആർഗ്യൂഡ് ഫോർ ദി ടെമ്പിൾ എൻട്രി ഓഫ് ദി ഡിപ്രസ്ഡ് ക്ലാസ്സസ് ആൻഡ് ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഹി ഇന്റർഡൈൻഡ് വിത്ത് ദി ഡിപ്രസ്ഡ് ക്ലാസ്സസ് ആൻഡ് വർക്ക്ഡ് ഫോർ ദെയർ സോഷ്യൽ പ്രോഗ്രസ്. He opposed the Brahmanic domination that existed in the society and cooperated with all sections of society in the activities for social reformation. He had in-depth knowledge in Vedas and Upanishad. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളാണ്. He argued for the temple entry of the depressed classes and their freedom of movement. ഡിപ്രസ്ഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള വിഭാഗം, അവരുടെ ടെമ്പിൾ എൻട്രിക്ക് വേണ്ടിയിട്ട്, അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഫ്രീഡം മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ചു. ഹി ഇന്റർഡൈൻഡ് വിത്ത് ദി ഡിപ്രസ്ഡ് ക്ലാസ്സസ് ആൻഡ് വർക്ക്ഡ് ഫോർ ദെയർ സോഷ്യൽ പ്രോഗ്രസ്. അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ പ്രോഗ്രസ്സിന് വേണ്ടി വർക്ക് ചെയ്തു. ഹി ഒപ്പോസ്ഡ് ദി ബ്രാഹ്മണിക് ഡോമിനേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദി സൊസൈറ്റി and cooperated with all sections of society in the activities of social reformation. അദ്ദേഹം ബ്രാഹ്മണിക് ഡോമിനേഷനെ, ബ്രാഹ്മണ മേധാവിത്വത്തെ ഒപ്പോസ് ചെയ്യുകയും സമൂഹത്തിലെ എല്ലാ സെക്ഷൻ്റെയും പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. He had in-depth knowledge in Vedas and Upanishad. വേദങ്ങളിലും ഉപനിഷത്തുകളിലും വളരെയധികം ഇൻഡെപ്ത് നോളജ്, അഗാധമായിട്ടുള്ള അറിവുള്ള ആളായിരുന്നു ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് വൺ, ദ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ചട്ടമ്പി സ്വാമികൾ ആർ വേദാധികാര നിരൂപണം ആൻഡ് പ്രാചീന മലയാളം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് വേദാധികാര നിരൂപണവും അതുപോലെ തന്നെ പ്രാചീന മലയാളം. 2 വർക്കുകളാണ്, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. He believed that human progress is possible only by acquiring knowledge and wealth. His perspectives were beyond caste and religion. His samadhi was at Panmana in Kollam district. ഇനി അദ്ദേഹം വിശ്വസിച്ചത് എന്താണ്, ഹ്യൂമൻ പ്രോഗ്രസ് ഈസ് പോസിബിൾ ഓൺലി ബൈ അക്വയറിങ് നോളജ് ആൻഡ് വെൽത്ത്.
നോളജ് ആൻഡ് വെൽത്ത് അക്വയർ ചെയ്താൽ മാത്രമേ ഹ്യൂമൻ പ്രോഗ്രസ് പോസിബിൾ ആകുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചത്. അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ്, കാഴ്ചപ്പാടുകൾ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്തായിരുന്നു. ബിയോണ്ട് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ഹിസ് സമാധി വാസ് അറ്റ് പന്മന ഇൻ കൊല്ലം ഡിസ്ട്രിക്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. സമാധിയാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡെത്ത്, അദ്ദേഹം അന്തരിച്ചു. ചട്ടമ്പി സ്വാമികൾസ് റിയൽ നെയിം വാസ് അയ്യപ്പൻ. During his Gurukula days, he was assigned by his Guru the duty to monitor and administer the rules in the Gurukula. ചട്ടമ്പി സ്വാമികളുടെ റിയൽ നെയിം, യഥാർത്ഥ പേരെന്തായിരുന്നു? അയ്യപ്പൻ. During his Gurukula days, he was assigned by his Guru the duty to monitor and administer the rules in the Gurukula. അപ്പം അദ്ദേഹത്തിൻ്റെ പഠിക്കുന്ന കാലഘട്ടത്ത് ആദ്യകാലം ഗുരുകുല ഡേയ്സ്, ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ്. അതായത് ഗുരുവിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുക. ഗുരുവിൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ച് അവിടെ ഗുരുവിന് ആവശ്യമുള്ള എല്ലാ ജോലികളും ചെയ്തു കൊടുക്കുക. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗുരുകുല ഡേയ്സിൽ ഹി വാസ് അസൈൻഡ് ബൈ ഹിസ് ഗുരു ദ ഡ്യൂട്ടി ടു മോണിറ്റർ ആൻഡ് അഡ്മിനിസ്റ്റർ ദ റൂൾസ് ഇൻ ദി ഗുരുകുല. ആ ഗുരുകുലത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടിയിട്ട് ചട്ടമ്പി സ്വാമികളെയാണ് ഗുരു ചുമതലപ്പെടുത്തിയത്. ദസ് ഹി ഏൺഡ് ദ നെയിം ചട്ടമ്പി, ദ വൺ ഹൂ ഈസ് അസൈൻഡ് ടു അഡ്മിനിസ്റ്റർ ദ റൂൾസ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ചട്ടമ്പി എന്നുള്ള പേര് കിട്ടിയത്. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വൺ ഹൂ ഈസ് അസൈൻഡ് ടു അഡ്മിനിസ്റ്റർ ദ റൂൾസ്. ആരാണോ അവിടുത്തെ നിയമങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആ ഏൽപ്പിക്കപ്പെട്ട ആള്, അതാണ് ചട്ടമ്പി എന്നുള്ള ഒരു മീനിങ്. ആൻഡ് ലേറ്റർ കെയിം ടു ബി നോൺ ആസ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഈ ചട്ടമ്പി എന്നുള്ള പേര് അങ്ങനെ കിട്ടി. പിന്നീടാണ് ഇദ്ദേഹം ഏത് പേരിൽ അറിയപ്പെട്ടത്? ചട്ടമ്പി സ്വാമികൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. നെക്സ്റ്റ് വൺ, എൻലൈറ്റ്മെന്റ് ത്രൂ എഡ്യൂക്കേഷൻ. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻ. Whatever be the religion, men should be good. Be enlightened with education, be strengthened with organization. People may be different in their clothing, language, and religion, but all belong to one caste, humanity. Hence, there is no harm in having marital relation with one another or in dining together. These are the quotes of Srinarayana Guru, who was a social reformer in കേരള. കേരളത്തിലെ മറ്റൊരു സോഷ്യൽ റിഫോമർ ആയിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് ഇവ. അപ്പം അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ചില കോട്സുകളാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കോട്സ് ഓർത്ത് വയ്ക്കുക, നമുക്ക് എക്സാമിനൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ മാൻ. ഹൂ സെഡ് ദിസ്? ആരാണ് ഇത് പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇത് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് വൺ, വാട്ട് എവർ ബി ദ റിലീജിയൻ, മെൻ ഷുഡ് ബി ഗുഡ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതും ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. ബി എൻലൈറ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ, ബി സ്ട്രെങ്തൻഡ് വിത്ത് ഓർഗനൈസേഷൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു വാക്കുകളാണിവ. People may be different in their clothing, language and religion, but all belong to one caste, humanity. പീപ്പിൾസ് എങ്ങനെയാണ്? ക്ലോത്തിങ്, ലാംഗ്വേജ്, റിലീജിയൻ, ഇവ കൊണ്ടൊക്കെ തന്നെ വ്യത്യസ്തരാണ്. പക്ഷെ എന്താണ്? ബട്ട് ഓൾ ബിലോങ് ടു വൺ കാസ്റ്റ്, ഹ്യൂമാനിറ്റി. പക്ഷെ ഒരു കാസ്റ്റേ ഉള്ളൂ, അത് ഹ്യൂമാനിറ്റിയാണ്. ഇങ്ങനെയുള്ള വേർഡ്സുകൾ അല്ലേ. ഹെൻസ് ദർ ഈസ് നോ ഹാം ഇൻ ഹാവിങ് മാരിറ്റൽ റിലേഷൻ വിത്ത് വൺ അനദർ ഓർ ഇൻ ഡൈനിങ് ടുഗദർ. അപ്പം ഇങ്ങനെയുള്ള ഈ കോഴ്സുകളൊക്കെ പറഞ്ഞത് കേരളത്തിലെ സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള ശ്രീനാരായണ ഗുരുവാണ്. He created awareness against the evil customs like Pulikudi, Tirandu Kalyanam and Talikettu Kalyanam and advised people to lead a simple life by giving up extravagance and luxury. പിന്നെ അദ്ദേഹം ഹി ക്രിയേറ്റഡ് അവയർനെസ് അഗെയിൻസ്റ്റ് ദ ഈവിൾ കസ്റ്റംസ്. കേരളത്തിൽ ഒരുപാട് ഈവിൾ കസ്റ്റംസ് ആ കാലത്ത് നിലവിലുണ്ടായിരുന്നു. ആ ഈവിൾ കസ്റ്റംസ് ആണ് പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം എന്നിവ. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഈവിൾ കസ്റ്റംസിനെതിരെ അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തുകയും ആളുകളോട് ഒരു സിമ്പിൾ ലൈഫ്, എക്സ്ട്രാവാഗൻസ് ആൻഡ് ലക്ഷറി അല്ലേ, ആഡംബര ജീവിതവും പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാവാഗൻസ് ഒക്കെ ഉപേക്ഷിച്ച് ഒരു സിമ്പിൾ ലൈഫ് നയിക്കണമെന്ന് അഡ്വൈസ് ചെയ്ത ആളാണ് ശ്രീനാരായണ ഗുരു.
The Srinarayana Dharma Paribalana Yogam was founded in 1903 to propagate the teachings of Guru. അങ്ങനെ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രൊപ്പഗേറ്റ് ദ ടീച്ചിങ്സ് ഓഫ് ഗുരു. ഗുരുവിൻ്റെ ടീച്ചിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഏത് സ്ഥാപിച്ചത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1903 Srinarayana Guru was born at Chembadanthi in Thiruvananthapuram. His major works are Atmopadesha Shadakam, Darshanamala and Deva Dashakam. ഇനി അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് ആത്മോപദേശ ശതകം, അതുപോലെ തന്നെ മറ്റൊന്ന് ദർശനമാല, പിന്നെ ദൈവദശകം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ. ദെൻ നെക്സ്റ്റ് വൺ, school, the main place of worship. The consecrations or pradishtas carried out by Srinarayana Guru shook the foundations of the caste system. The Shivalinga Pradishta at Arivipuram, the Deepa Pradishta at Karamukku temple and the Sharada Pradishta at Shivagiri were prominent among them. The consecrations means Pradishta carried out by Srinarayana Guru shook the foundations of the caste system. കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ shook the foundations എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അടിത്തറ തന്നെ ഇളകുന്നതിന് കാരണമായിട്ടുണ്ട് എന്ത്? ശ്രീനാരായണ ഗുരുവിൻ്റെ കോൺസിക്രേഷൻസ്, പ്രതിഷ്ഠാസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ശിവലിംഗ പ്രതിഷ്ഠ, അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, അതുപോലെ തന്നെ കാരമുക്ക് ടെമ്പിളിലെ ദീപപ്രതിഷ്ഠ ആൻഡ് ശാരദ പ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ലാസ്റ്റ് കോൺസ്ക്രേഷൻ ബൈ ഗുരു വാസ് അറ്റ് കലവങ്കോടം ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് വേർ ദ പ്രതിഷ്ഠ വാസ് എ മിറർ ഇൻ വിച്ച് ഓം വാസ് ഇൻസ്ക്രൈബ്ഡ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ലാസ്റ്റത്തെ ഒരു കോൺസെക്രേഷനാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കലവങ്കോടിലുള്ള പ്രതിഷ്ഠ. അതെന്താണ്? ഒരു മിററാണ്. അതിൽ ഓം എന്നുള്ളതാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഹി ഗേവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു സ്കൂൾസ് ആൻഡ് ടെമ്പിൾസ് ആൻഡ് സെറ്റ്. അദ്ദേഹം ടെമ്പിൾസിനും സ്കൂൾസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? നൗ പീപ്പിൾ നീഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്കൂൾസ്, നോട്ട് ടെമ്പിൾസ്. സ്കൂൾ ഷുഡ് ബി ദ മെയിൻ പ്ലേസസ് ഓഫ് വർഷിപ്പ്. ഇപ്പോൾ ആളുകൾക്ക് എന്താണ് ആവശ്യം? സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ടെമ്പിളുകളല്ല, സ്കൂളുകളാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സ്കൂൾ ഷുഡ് ബി ദ മെയിൻ പ്ലേസസ് ഓഫ് വർഷിപ്പ്. വർഷിപ്പിനുള്ള മെയിൻ പ്ലേസസ് ഏതാണ്? സ്കൂളുകളാണ് എന്നാണ് അദ്ദേഹം. നെക്സ്റ്റ് വൺ, എഡ്യൂക്കേഷൻ എ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. Ayyangali was a reformer who strived for the upliftment of the depressed classes. He organized that education is an investment for resolving social inequalities and to improve the social status of the depressed classes. In 1904, Ayyangali established a school exclusively for the depressed classes. എഡ്യൂക്കേഷൻ എ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്ത ഒരു സോഷ്യൽ റിഫോമറാണ് അയ്യങ്കാളി. അയ്യങ്കാളി വാസ് എ റിഫോമർ ഹു സ്ട്രൈവ്ഡ് ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി ഡിപ്രസ്ഡ് ക്ലാസ്സസ്. ഡിപ്രസ്ഡ് ക്ലാസ്സസിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു റിഫോമറാണ് അയ്യങ്കാളി. He recognized that education is an investment for resolving social inequalities and to improve the social status of the depressed classes. ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അതായത് താഴേക്കിടയിലുള്ള വിഭാഗങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സോഷ്യൽ ഇനീക്വാളിറ്റീസ് ഇല്ലാതാക്കുന്നതിനും എഡ്യൂക്കേഷൻ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തു. In 1904, അയ്യങ്കാളി established a school exclusively for the depressed classes. അങ്ങനെ അദ്ദേഹം 1904 ഡിപ്രസ്ഡ് ക്ലാസ്സസിന് മാത്രമായിട്ടൊരു സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹി വാസ് ബോൺ അറ്റ് വെങ്ങാനൂർ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. സാധുജന പരിപാലന സംഘം വാസ് ദി ഓർഗനൈസേഷൻ ഹി ഫൗണ്ടഡ് ഫോർ ഹിസ് റിഫോം ആക്ടിവിറ്റീസ്. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ വെങ്ങാനൂർ എന്നുള്ള സ്ഥലത്താണ്. അദ്ദേഹം റിഫോം ആക്ടിവിറ്റീസ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷനാണ് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയുടെ ഓർഗനൈസേഷൻ്റെ പേര് സാധുജന പരിപാലന സംഘം എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
The right of Avarnas to walk freely along the public roads, school admission of the students from depressed classes, and better wages for laborers were the aims of the organization. ഇനി ഒരു സാധുജന പരിപാലന സംഘം അല്ലെ, അതിൻ്റെ എന്തൊക്കെയായിരുന്നു എയിംസ്? ആ ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അയ്യങ്കാളി നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീസുകളാണ്. ദ റൈറ്റ് ഓഫ് അവർനാസ് ടു വാക്ക് ഫ്രീലി അലോങ് ദി പബ്ലിക് റോഡ്സ്. പബ്ലിക് റോഡ്സിലൂടെ സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള, അവർണർക്ക് സ്വതന്ത്രമായി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിച്ചു. സ്കൂൾ അഡ്മിഷൻ ഓഫ് ദി സ്റ്റുഡൻസ് ഫ്രം ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് സ്കൂൾ അഡ്മിഷൻ നേടിയെടുക്കുക. ഇനി മറ്റൊന്ന് എന്താണ്? ബെറ്റർ വേജസ് ഫോർ ലേബറേഴ്സ് വേർ ദി എയിംസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ലേബറേഴ്സിന്, തൊഴിലാളികൾക്ക് ബെറ്റർ വേജ്, ഇതൊക്കെയായിരുന്നു ഈ ഓർഗനൈസേഷൻ്റെ എയിംസുകൾ. As a famous leader of the depressed classes, he became a member of the Srimulam Praja Sabha, People's Assembly. Gandhiji appreciated the activities of Ayyangali. അങ്ങനെ ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിൻ്റെ ഒരു ഫേമസ് ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലെ ഒരു മെമ്പറായി. പീപ്പിൾസ് അസംബ്ലി, ജനങ്ങളുടെ അസംബ്ലിയാണ് ശ്രീമൂലം പ്രജാസഭ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. അതിൻ്റെ ഒരു ഫേമസ് ലീഡർ ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ശ്രീമൂലം പ്രജാസഭയിൽ മെമ്പറായി തീർന്നു. ഗാന്ധിജി അപ്രീഷിയേറ്റഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് അയ്യങ്കാളി. അങ്ങനെ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, ഹിസ്റ്റോറിക് ജേർണി ഇൻ വില്ലുവണ്ടി. In 1893, Ayyangali broke social prohibitions by travelling through the public roads of Venganur in Villuvandi, a special type of bullock cart. He started the fight for the right of freedom of movement of the depressed classes by travelling through the major roads of Travancore, thus creating history. So, historic journey in Villuvandi. In 1893, Ayyangali broke social prohibitions by travelling through the public roads of Venganur in Villuvandi. 1893 അയ്യങ്കാളി പിന്നെ ഈ സോഷ്യൽ പ്രൊഹിബിഷൻസ് എല്ലാം തന്നെ ബ്രോക്ക് ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വെങ്ങാനൂറിലെ പബ്ലിക് റോഡിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തു. വില്ലുവണ്ടി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ബുള്ളോക്ക് കാട്ടായിരുന്നു. He started the fight for the right of freedom of movement of the depressed classes by travelling through the major roads of Travancore, thus creating history. അപ്പോൾ അദ്ദേഹം പിന്നെ ഇങ്ങനെയുള്ള ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ? ട്രാവൻകൂറിലെ മേജർ റോഡിലൂടെ ഡിപ്രസ്ഡ് ക്ലാസ്സസിനും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള അവകാശം വേണം എന്നുള്ളത്, അങ്ങനെ അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ജേണി നടത്തിയിട്ടുണ്ടായിരുന്നത്. Next one, Kallumala agitation. The women folk of the depressed classes used to wear kallumalas, stone chain. Ayyangali called upon them to give up the kallumalas, which was a symbol of inferior status. The kallumalas, thus abandoned by the women, piled up to a height of 4 to 5 feet. അടുത്തതായിട്ട് അയ്യങ്കാളി നടത്തിയിട്ടുള്ള മറ്റൊന്നാണ് കല്ലുമാല അജിറ്റേഷൻ. The women folk of the depressed classes used to wear കല്ലുമാലാസ്. ഇപ്പോൾ ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിലെ വുമൺസ് കല്ലുമാലകൾ, അതായത് സ്റ്റോൺ ചെയിൻസ്, അങ്ങനെ അത് വിയർ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം എന്താ? അവർ ഡിപ്രസ്ഡ് ക്ലാസ്സസ് ആണ് എന്ന് അറിയിക്കാനുള്ള ഒരു സിമ്പലായിരുന്നു ഈ കല്ലുമാലകൾ. അപ്പം അതുകൊണ്ട് തന്നെ അയ്യങ്കാളി കാൾഡ് അപ്പോൺ ദം ടു ഗിവ് അപ്പ് ദി കല്ലുമാലാസ് വിച്ച് വാസ് എ സിമ്പൽ ഓഫ് ഇൻഫീരിയർ സ്റ്റാറ്റസ്. അപ്പം അയ്യങ്കാളി ഇവരോട് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിപ്രസ്ഡ് ക്ലാസ്സസിൻ്റെ സിമ്പലായിട്ടുള്ള ഈ ഒരു കല്ലുമാലകൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്, ഗിവപ്പ് ചെയ്യണം എന്നുള്ളതാണ് അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. ദ കല്ലുമാലാസ് ദസ് അബാൻഡഡ് ബൈ ദി വുമൺ പൈൽഡ് അപ് ടു എ ഹൈറ്റ് ഓഫ് 4 to 5 feet. അങ്ങനെ ഈ കല്ലുമാലാസ് ഡിപ്രസ്ഡ് ക്ലാസ്സസിലുള്ള സ്ത്രീകൾ അവർ ഈ കല്ലുമാലകൾ ഉപേക്ഷിച്ചുകൊണ്ട്, അത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഇതിനെതിരെ പ്രതിഷേധിച്ചത്. അതാണ് കല്ലുമാല അജിറ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആസ് യൂഷ്വൽ I am going to give an assignment for you. The question is, write a note on Chattambi Swamigal and Srinarayana Guru. Once again, write a note on Chattambi Swamigal and Srinarayana Guru. Okay, see you in the next section. Thank you.